പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഇപ്പോൾ ഒരു പന്തം കൊളുത്തി പ്രകടനം നടക്കുകയാണ്. വയനാട് പടമലയിൽ വന്യജീവി ആക്രമണം വർദ്ധിക്കുന്നതിനെതിരെ നാട്ടുകാരാണ് അവിടെ പന്തം കൊളുത്തി പ്രകടനം നടത്തുന്നത്. പടമല പള്ളിക്ക് മുന്നിൽ നിന്ന് ആരംഭിച്ച പ്രതിഷേധം മാനന്തവാടി നഗരസഭയിലെ കുറുക്കംമൂലയിൽ സമാപിക്കും എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അരുൺ പാറയ്ക്കൽ ഈ പന്തം കൊളുത്തി പ്രകടനം നടത്തുന്ന സ്ഥലത്തുണ്ട്. അരുൺ നമുക്കൊപ്പം ചേരുന്നു. അരുൺ പാറയ്ക്കൽ, യഥാർത്ഥത്തിൽ വലിയ ആൾക്കൂട്ടം ഉണ്ടല്ലോ ഈ പരിപാടിയിൽ. പ്രതിഷേധം അതിശക്തമാണ് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. പടമലയിൽ വന്യജീവി ആക്രമണം ഉണ്ടാകുന്നതിനുള്ള പ്രതിഷേധ പ്രകടനമാണ് ഇപ്പോൾ കാണുന്നത്. പന്തം കൊളുത്തി പ്രകടനമാണ് നടക്കുന്നത്. പടമല പള്ളിക്ക് മുന്നിൽ നിന്നാണ് ഈ പ്രതിഷേധം ആരംഭിച്ചിരിക്കുന്നത്. ആയിരക്കണക്കിന് നാട്ടുകാരാണ്, വന്യജീവികളെ ഭയക്കുന്ന നാട്ടുകാരാണ് ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നത്. പന്തം കൊളുത്തി പ്രകടനം കുറുക്കംമൂലയിൽ സമാപിക്കും. മാനന്തവാടി നഗരസഭയിലെ കുറുക്കംമൂലയിലാണ് ഇതിൻ്റെ അവസാനമെന്ന് കരുതുന്നു. ഇപ്പോൾ ഈ പ്രതിഷേധ ജാഥയ്ക്ക് മുന്നിൽ നിന്ന് നമ്മുടെ പ്രതിനിധി അരുൺ പാറയ്ക്കൽ ചേരുന്നു. അരുൺ, ഞാൻ പറയുന്നത് കേൾക്കാൻ കഴിയുന്നുണ്ട്? മുദ്രാവാക്യം വിളി ശക്തമായതുകൊണ്ട് കേൾക്കാൻ കഴിയുന്നുണ്ടെന്ന് എനിക്ക് സംശയമുണ്ട്. ഇവിടെ നിന്നാണ് ഈ പ്രകടനം ആരംഭിച്ചത്. ആരൊക്കെയാണ് പ്രധാനമായിട്ടും ഇതിൽ ഈ പ്രകടനത്തിൽ പങ്കെടുക്കുന്നത്? SKN കേൾക്കാൻ കഴിയുന്നുണ്ട്. എന്തായാലും പടന്നമലയിൽ, അതായത് മാനന്തവാടി നഗരസഭയിലെ കുറുക്കൻമൂല ഡിവിഷനാണ്. കുറുക്കൻമൂല ഡിവിഷനിലെ പടന്നമലയിലാണ് ഇപ്പോൾ ഈ നാട്ടുകാർ വലിയ രീതിയിലുള്ളൊരു പ്രതിഷേധം നടത്തുന്നത്. നാട്ടുകാർ ഒന്നടങ്കം വലിയ രീതിയിൽ പ്രതിഷേധത്തിന് ഇറങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ്. അതിൽ സ്ത്രീകളെന്നോ കുട്ടികളെന്നോ വയോധികരെന്നോ യാതൊരു വിധത്തിലുള്ള വ്യത്യാസവുമില്ല. എല്ലാവരും ഒരുമിച്ച് വനം വകുപ്പിൻ്റെ ഈ ഒരു അനാസ്ഥയ്ക്കെതിരെ, വന്യജീവികൾ ഈ നാട്ടിലേക്ക് ഇറങ്ങുന്നതിന് വലിയ രീതിയിലുള്ളൊരു പ്രതിഷേധത്തിലേക്ക് കടന്നിരിക്കുന്നു. ഇപ്പോൾ രാത്രി 7 മണിയോടുകൂടിയാണ് അവരുടെ ഈ പ്രതിഷേധം ആരംഭിച്ചത്. പന്തം കൊളുത്തിയാണ് അവർ കുറുക്കംമൂല ജംഗ്ഷനിലേക്ക്, പടമല പള്ളി പരിസരത്ത് നിന്നാണ്, അതായത് പള്ളിക്ക് മുന്നിൽ നിന്നാണ് ഇവർ ഈ പ്രതിഷേധം ആരംഭിച്ചത്. ഇപ്പോൾ മുദ്രാവാക്യങ്ങളുമായി, അതായത് വനം വകുപ്പിന്റെ അനാസ്ഥയ്ക്കെതിരെ, സർക്കാരിനെതിരെ മുദ്രാവാക്യങ്ങളുമായി ഇപ്പോൾ ഇവർ കുറുക്കൻമൂല കവലയിലേക്ക് നീങ്ങുകയാണ്. അവിടെ വെച്ചാണ് അവർ പൊതുയോഗം നിശ്ചയിച്ചിരിക്കുന്നത്. വലിയ രീതിയിലുള്ള പ്രതിഷേധത്തിലേക്ക് കടന്നിരിക്കുന്നു എന്നുള്ളതാണ്. കഴിഞ്ഞ 4 ദിവസം മുൻപാണ് പടമലയിൽ വെച്ച് ബേലൂർ മഗ്ന എന്ന മോഴ അജീഷിനെ, 46-കാരനായ അജീഷിനെ കൊലപ്പെടുത്തിയത്. അതിന് പിന്നാലെ ഇന്ന് രാവിലെ ഈ പ്രദേശത്തെ കടുവ ഇറങ്ങുന്ന ഒരു സാഹചര്യമുണ്ടായി. കടുവയുടെ സാന്നിധ്യം പടമല പള്ളിയിലെ CCTVകളിൽ നിന്ന് ദൃശ്യമായതുമാണ്. വനം വകുപ്പ് അനാസ്ഥ, അതായത് ഇത്തരത്തിലുള്ള വന്യമൃഗങ്ങൾ ഈ നാട്ടിലേക്ക് ഇറങ്ങുന്നു. പ്രത്യേകിച്ച് ഒരു കാർഷിക മേഖലയാണ്, കൃഷിയെ ഉപജീവനമാക്കി മുന്നോട്ട് പോകുന്ന ജനതയാണ്. അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യത്തിൽ ഈ വനം വകുപ്പിൽ ഇക്കാര്യങ്ങളൊക്കെ അറിയിച്ചിട്ടുണ്ട്. അതായത് വന്യമൃഗശല്യം രൂക്ഷമാണ് ഈ മേഖലയിലെന്ന കാര്യങ്ങളൊക്കെ തന്നെ അറിയിച്ചിട്ടുണ്ട്. പക്ഷേ അതിലൊന്നും വനം വകുപ്പ് യാതൊരു വിധത്തിലുള്ള ഇടപെടലും നടത്തുന്നില്ല എന്നാണ് ഈ നാട്ടുകാർ പ്രധാനമായും ആരോപിക്കുന്നത്. മാത്രമല്ല, സർക്കാർ തലത്തിൽ നിന്ന് ഇവർക്ക് ധനസഹായം ഉൾപ്പെടെ ലഭിക്കുന്നില്ല എന്ന കാര്യങ്ങളും ഇവർ പറയുന്നുണ്ട്. എന്തായാലും ഇപ്പോഴും പ്രതിഷേധം തുടരുകയാണ്. കുറുക്കൻമൂല കവലയിലേക്കാണ് SKN ഈ പ്രതിഷേധം പോകുന്നത്. അരുൺ, യഥാർത്ഥത്തിൽ എന്തൊക്കെ ആവശ്യങ്ങളാണ് അവിടുത്തെ നാട്ടുകാർ ഇപ്പോൾ ഉന്നയിക്കുന്നത്? കാര്യം അവർ വലിയ ഭീതിയിലാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അവിടെയാണല്ലോ അജീഷ് കൊല ചെയ്യപ്പെട്ടത്. ഈ ബേലൂർ മഗ്നെ ഇന്നും മയക്ക് വെടിവെച്ച് പിടിക്കാൻ കഴിഞ്ഞില്ല. ജനങ്ങൾ വല്ലാത്ത ഭീതിയിലാണെന്ന് മനസ്സിലാക്കുന്നു. അപ്പോൾ എന്തൊക്കെയാണ് ജനങ്ങളുടെ ആവശ്യങ്ങൾ? SKN സൂചിപ്പിച്ച പോലെ തന്നെ വലിയ ഭീതിയിലാണ് ഈ നാട്ടുകാർ. അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു രാത്രി 7 മണിക്ക് ഇങ്ങനെ സ്ത്രീകളും കുട്ടികളും വയോധികരും ഉൾപ്പെടെയുള്ള വലിയൊരു വിഭാഗം ജനങ്ങൾ, ഏകദേശം 1000-ഓളം ആളുകളുണ്ട്, ഇവരിങ്ങനെ തെരുവിലേക്ക് ഇറങ്ങേണ്ട ഒരു സാഹചര്യം ഉണ്ടായത്. ഇവരുടെ പ്രധാനപ്പെട്ട ആവശ്യങ്ങൾ ഈ പരിസരത്ത് കാർഷിക മേഖല, കൃഷി, പ്രേക്ഷകർ കണ്ടതുപോലെ വയനാട് പടമലയിൽ വന്യജീവി ആക്രമണം വർദ്ധിക്കുന്നതിനെതിരെ നാട്ടുകാർ പന്തം കൊളുത്തി പ്രകടനം നടത്തുന്നതാണ് നിങ്ങൾ കണ്ടത്. പടമല പള്ളിക്ക് സമീപം നിന്നാണ് ഈ പ്രകടനം ആരംഭിച്ചത്. മാനന്തവാടി നഗരസഭയ്ക്കുള്ളിലെ കുറുക്കംമൂലയിൽ ഈ പ്രകടനം അവസാനിക്കും. കാരണം കാട്ടാനയ്ക്ക് പിന്നാലെ
കടുവയും അവിടെ ഇറങ്ങി എന്നുള്ള വാർത്തകൾ വരുമ്പോൾ വല്ലാത്ത ഭീതിയിലാണ്. ആളുകൾക്ക് കുറച്ച് ദിവസങ്ങളായി ഉറങ്ങാൻ കഴിയാത്ത സാഹചര്യവും നിലനിൽക്കുകയാണ്. ഈ ഭീതിക്കൊക്കെ ഒരു അവസാനം വേണം എന്നാവശ്യപ്പെട്ടാണ് ഈ പന്നകുരുതി പ്രകടനം അവിടെ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ആയിരക്കണക്കിന് ആളുകൾ ഈ പ്രകടനത്തിൽ പങ്കെടുക്കുന്നു എന്നതും ഏറ്റവും വലിയ പ്രത്യേകതയായി നമുക്ക് കാണാൻ കഴിയും.